അത് നമ്മൾ ആദ്യം പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തിയ വചനം എന്താണ്? നമ്മളുടെ ഒരു കവനൻ്റ് മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താൽ ദൈവതിരുസന്നിധിയിൽ ബഹുമാന്യനാകാൻ പറ്റും? യെശയ്യാ 43:4 വായിച്ചോളൂ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പൊ ജനതകളെ നൽകണമെന്നാണ് പറയണത്. ജനതകളെ, ഒരു വലിയ ഹ്യൂജ് കമ്മ്യൂണിറ്റിയെ വെച്ചുകൊണ്ട് നിനക്ക് ജാമ്യം കിട്ടുകയാണ്. അതാണ് വിഷയം. അതാണ് ഈ അതായത് 2400 പേര് പൈലറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ 396 പേരെയും ആ ജനതകളെ മാറ്റിയിട്ട് നിന്നെ എടുക്കാൻ വേണ്ടി ഇവരെ ജാമ്യം വെച്ചിരിക്കുകയാണ്. അതാണ് നിനക്ക് പകരമായി ജനതകളെയും. ഈ ഒരു സ്റ്റാറ്റസിലേക്ക് വരണം സഹോദരങ്ങളെ. കാര്യം ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം, ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്, ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ അങ്ങനെ, അതായത് നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഈ എൻ്റെ കൃപ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആർക്കാണ് കൃപ കിട്ടുന്നത്? ബഹുമാന്യനെ. ആർക്കാണ് കൃപ കിട്ടുന്നത്? പ്രിയങ്കരനെ. ആർക്കാണ് കൃപ കിട്ടുന്നത്? പ്രിയപ്പെട്ടവനെ.